ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. പലതരത്തിലുള്ള മാർക്കറ്റുകളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ വധുവിനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ദരിദ്ര കുടുംബങ്ങളിലുള്ളവർ അവരുടെ പെൺമക്കൾക്ക് സാമ്പത്തികമായി ഭേദമുള്ള വിവാഹം നടക്കുന്നതിന് വേണ്ടി ഈ മാർക്കറ്റിൽ കൊണ്ടുവരും. അവർ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും അണിഞ്ഞൊരുങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. ബൾഗേറിയയിലെ സ്റ്റാറ സഗോറയാണ് ആ സ്ഥലം. അവിടെ വെച്ച് തങ്ങളുടെ മക്കൾക്ക് അനുയോജ്യനായ സാമ്പത്തികമായി നല്ല നിലയിലുള്ള വരനെ കിട്ടുമെന്നാണ് മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത്. നല്ല വില നൽകുന്നവർക്ക് വധുവായി മകളെ നൽകുന്നു. പരമ്പരാഗതമായി ചെമ്പ് പണിക്കാരായി ഉപജീവനം കഴിക്കുന്ന കലൈദിസ് സമുദായത്തിൽപ്പെട്ടവരാണ് ഇങ്ങനെ സ്വന്തം മക്കളെ വിവാഹം ചെയ്തു നൽകുന്നത്. മാർക്കറ്റിൽ മേളയിൽ പങ്കെടുക്കാനെത്തുന്ന പുരുഷന്മാർ ഈ യുവതികളിൽ നിന്നും ഇഷ്ടപ്പെട്ടവരെ വിവാഹം കഴിക്കാനായി തിരഞ്ഞെടുക്കുന്നു. വധുവിനെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, ആളുകൾ ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഏകദേശം 12-14 നൂറ്റാണ്ടുകളിൽ ബൾഗേറിയയിലേക്കും കിഴക്കൻ യൂറോപ്പിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കുടിയേറിയ സമൂഹമാണ് ഇവരുടേത്. സാധാരണയായി ഗ്രാമങ്ങളിൽ പരസ്പരം അകലെയാണ് ഇവർ താമസിച്ചിരുന്നത്. മാത്രമല്ല, പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷാംഗങ്ങളെ കാണാനോ പ്രണയിക്കാനോ അനുവാദമില്ല. മേള ദിവസം കന്യകകളായ പെൺകുട്ടികളെയാണ് നല്ല വിലയ്ക്ക് വാങ്ങുക. കന്യകകളല്ലാത്ത പെൺകുട്ടികളെ കുറഞ്ഞ വിലയ്ക്കും വാങ്ങുന്നു. പെൺകുട്ടികൾക്ക് കുടുംബത്തോടൊപ്പം മാത്രമേ മേളയിൽ പുരുഷന്മാരെ കാണാൻ അനുവാദമുള്ളൂ. സ്ത്രീകളും പുരുഷന്മാരും കണ്ടുമുട്ടുന്നത് അംഗീകരിക്കാത്തതിനാൽ തന്നെ പ്രണയവും സാധ്യമല്ല.